മഹാനായ കർണൻ. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രവും മഹാനായ സാരഥിയുമാണ് കർണൻ. കുന്തിയുടെ മന്ത്രപരീക്ഷണത്തിന്റെ ഫലമായി സൂര്യദേവനിൽ നിന്ന് ലഭിച്ച ദിവ്യദാനമായി വേദവ്യാസ് ഇതിഹാസത്തിൽ കർണനെ രേഖപ്പെടുത്തുന്നു. കുന്തിയുടെ മകനായി ജനിച്ചിട്ടും കർണൻ സ്വന്തം സഹോദരങ്ങളായ പാണ്ഡവർക്കെതിരെ കൗരവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തു. വളർത്തമ്മയായ കുന്തിയാൽ കർണനെ ഉപേക്ഷിച്ചെങ്കിലും കൗണ്ഡേയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ജീവിതത്തിൽ രാധേയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാരഥിയായ അതിരഥന്റെയും ഭാര്യ രാധയുടെയും മകനായി വളരേണ്ടി വന്ന കർണനെ സൂതപുത്രനായാണ് പാണ്ഡവർ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കരുതിയിരുന്നത്. ഹസ്തിനപുരത്തെ രാജകുമാരനായ ദുര്യോധനനായിരുന്നു കർണന്റെ അടുത്ത സുഹൃത്ത്. കുരു രാജകുമാരന്മാരുടെ യുദ്ധക്കളത്തിൽ വന്ന് അർജുനനെ യുദ്ധത്തിന് വെല്ലുവിളിച്ച കർണനെ ഹസ്തിനപുരത്തിന്റെ ഭാഗമായി അംഗരാജ്യത്തിന്റെ സാമന്ത രാജാവായി ദുര്യോധനനും ധൃതരാഷ്ട്രരും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് കർണൻ ദുര്യോധനനോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടവനായി. വ്യാസഭാരതത്തിൽ കർണൻ, സൂതപുത്രൻ, അതിരഥി, രാധേയ, സൂര്യപുത്രൻ, അങ്കേശൻ, വൈകർത്തന എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. കൗരവ പാണ്ഡവ പുത്രന്മാരുടെ ആചാര്യനായ ദ്രോണാചാര്യരുടെ അടുത്ത് ആയുധങ്ങൾ പഠിക്കാൻ പോയ കർണൻ അദ്ദേഹത്തിന്റെ ഉപദേശം ചോദിച്ചു. അങ്ങനെ കുറച്ചുകാലം ദ്രോണരുടെ കീഴിൽ ആയുധങ്ങൾ പഠിച്ചു. എന്നാൽ സൂതനായതിനാൽ ദ്രോണർ കർണനെ പ്രധാനപ്പെട്ടതും രഹസ്യവുമായ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചില്ല. അതിലൊന്ന് ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവായിരുന്നു. ഒരു ദിവസം കർണൻ ദ്രോണനോട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സൂതനായ കർണനോട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ആചാര്യനായ ദ്രോണർ വിസമ്മതിച്ചു. കുലത്തിന്റെ പേരിലുള്ള അപമാനം സഹിക്കവയ്യാതെ ഹൃദയം തകർന്ന കർണൻ എന്ത് വില കൊടുത്തും ബ്രഹ്മാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരശുരാമന്റെ കീഴിൽ ബ്രാഹ്മണനാണെന്ന് കള്ളം പറയുകയും ആയുധവിദ്യ അഭ്യസിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ഗുരു തന്റെ ശിഷ്യനായ കർണന്റെ മടിയിൽ ഉറങ്ങുമ്പോൾ ഒരു വണ്ട് കർണന്റെ കാലിൽ കുത്തി മുറിവേൽപ്പിച്ചു. കർണന്റെ കാലിലെ രക്തം ഗുരുവിനെ സ്പർശിച്ചപ്പോൾ രാമൻ കോപാകുലനായി എഴുന്നേറ്റു. കർണനെ ശപിച്ചു. നീ ബ്രാഹ്മണനല്ല, നീ എന്നെ ചൊതിച്ചു. അതിനാൽ ഞാൻ നിന്നെ പഠിപ്പിച്ച അറിവ് ഏറ്റവും പ്രയോജനപ്രദമാകുമ്പോൾ നിനക്ക് കിട്ടില്ല. നിനക്ക് അതേസമയം നിന്റെ അറിവ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ശപിക്കുന്നു. ശാപം ഉള്ളിലൊതുക്കി കർണൻ വീണ്ടും മറ്റുള്ള ആയുധകലകൾ സ്വായത്തമാക്കി മുന്നേറിക്കൊണ്ടിരുന്നു. പാണ്ഡുവിന്റെ പുത്രന്മാരുടെയും ധൃതരാഷ്ട്രരുടെയും അഭ്യാസം പൂർത്തിയായപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകൾ പരീക്ഷിക്കുന്നതിനായി ഭീഷ്മർ നിയമസഭയിൽ ഒരു പരീക്ഷണശാല സ്ഥാപിക്കാൻ ഒരുങ്ങി. രാജകുമാരന്മാരെല്ലാം തങ്ങളുടെ കഴിവുകൾ കാട്ടി സദസ്സിനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കെ ദ്രോണരുടെ പ്രിയശിഷ്യൻ അർജുനൻ അവസാനമായി രംഗപ്രവേശം ചെയ്തു. മധ്യപാണ്ഡവനായ അർജുനൻ സദ്ഗുണസമ്പന്നനാണെന്നും അമ്പെയ്ത്ത് കലയിൽ ഏറ്റവും മികച്ചവനാണെന്നും ആളുകൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. അർജുനൻ ദിവ്യായുധങ്ങൾ കൊണ്ട് പലവിധ അദ്ഭുതങ്ങൾ ചെയ്തു മുന്നേറിക്കൊണ്ടിരുന്നു. കാണികൾ കരഘോഷം നടത്തി. എല്ലാവരും അദ്ഭുതത്തോടെ നോക്കി നിൽക്കെ തന്റെ ജന്മാവകാശമായി ഉജ്ജ്വലമായ കവചം ധരിച്ച്, കമ്മലുകൾ ധരിച്ച്, വില്ലും വാളും ധരിച്ച്, മടികൂടാതെ കാൽനടയായി ഗൗരവത്തോടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ കണ്ടു. അത് മഹാനായ രാധേയൻ കർണനായിരുന്നു. കർണനെ കണ്ടയുടനെ കുന്തിദേവി അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരെ തിരിച്ചറിഞ്ഞതായി തോന്നിയില്ല. വീരൻ പ്രവേശിച്ചു. യുദ്ധഭൂമി മുഴുവൻ നിരീക്ഷിച്ചു. ദ്രോണരുടെ സേവകരോട് വലിയ ബഹുമാനം കാണിക്കാതെ അവൻ കൈകൂപ്പി നമസ്കരിച്ചു. അതിനുശേഷം ഇടിമുഴക്കമുള്ള സ്വരത്തിൽ അജ്ഞാതനായ തന്റെ അനുജനായ അർജുനനോട് അവൻ പറഞ്ഞു, ഹേ പാർത്ഥ്, നീ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യകളും ഞാൻ നിനക്ക് കൂടുതൽ നന്നായി കാണിച്ചുതരാം. അങ്ങനെ പരിഭ്രാന്തരാകരുത്. തുടർന്ന് ദ്രോണാചാര്യരുടെ അനുവാദത്തോടെ കർണൻ രംഗപ്രവേശം ചെയ്യുകയും അർജുനന്റെ അതേ അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് കണ്ട് രോമാഞ്ചം പൂണ്ട ദുര്യോധനൻ കർണനെ അഭിനന്ദിച്ച് വേദിയിലേക്ക് വരുന്നു. അഭിനയശേഷം തന്നോട് സംസാരിക്കുന്ന അധിക്ഷേപങ്ങൾ കേട്ട് സഹോദരന്മാരോടൊപ്പം നിൽക്കുന്ന അർജുനൻ പറയുന്നു, കർണ, നീ ക്ഷണിക്കാതെ പ്രവേശിച്ച് ചോദിക്കാതെ സംസാരിക്കുന്ന ലോകങ്ങളിൽ ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു. മറുപടിയായി കർണൻ പറയുന്നു, പൊതുവേദി എല്ലാവർക്കും ഒരുപോലെയാണ്. എന്താണ് താങ്കളുടെ പ്രത്യേകത? ഒരു ക്ഷത്രിയൻ പരാക്രമത്തെ ആശ്രയിക്കുന്നു. ഞാനും അതുതന്നെ ചെയ്യുന്നു. എനിക്കും അതിനുള്ള അവകാശമുണ്ട് എന്നു പറഞ്ഞു കർണൻ അർജുനനെ വെല്ലുവിളിച്ചു.